നമുക്കറിയാം മൃദുഭാഷിയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഒരു 24 എക്സ്ക്ലൂസീവ് വാർത്തയാണ്. LDF SDPI കൂട്ടുകെട്ടിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം വന്നിരിക്കുന്നു. നേമത്ത് മാത്രമല്ല കേരളത്തിലെ പലയിടങ്ങളിലും SDPI പിന്തുണ LDFിനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. വേങ്ങരയിൽ മുൻ SDPIക്കാരനാണ് മത്സരിക്കുന്നത്. മതേതര ജനാധിപത്യ വോട്ടുകൾ UDF ലഭിക്കുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 24നോട് പറഞ്ഞു. മൊത്തം 16 സീറ്റുകളും എന്നുള്ളൊരു മിഷനായിട്ടാണ് UDF ഇവിടെ മുന്നോട്ട് പോകുന്നത്. എന്താണ് അങ്ങേക്ക് ഇപ്പോൾ ഒരുപാട് കൺവെൻഷനുകളിൽ നിന്ന് പങ്കെടുത്തതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അതെ, കേരളത്തിൽ ബഹുഭൂരിഭാഗം മലപ്പുറത്ത് മാത്രമല്ല ഇതര ജില്ലകളിലും വലിയ വിജയം കേരളത്തിൽ UDFന് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് മലപ്പുറത്ത് 16 മണ്ഡലങ്ങളിലും മലപ്പുറത്ത് UDF വിജയിക്കും എന്നുള്ളത് തന്നെയാണ്. അത് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ കോൺഗ്രസ് കമ്മിറ്റിയും ഒക്കെ ആ കാര്യത്തിൽ വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ജനങ്ങളുടെ പ്രതികരണം കാണുമ്പോഴും നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റും. എല്ലായിടത്തും നല്ല പ്രവർത്തനമാണുള്ളത്. ജനങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ. താനൂരിലൊക്കെ ഇപ്പോൾ ടൈറ്റ് ഫൈറ്റ് എന്നാണ് പറയുന്നത്. താനൂരിൽ വളരെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ഈസി വാക്ക് ഓവർ ആയിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി ഉള്ളത്. അല്ല, സിറ്റി മണ്ഡലം മാറാമല്ലോ, എപ്പോഴും മാറാമല്ലോ. അത് ഈ തെരഞ്ഞെടുപ്പോടു കൂടി താനൂരിന് ഒരു സിറ്റിംഗ് മണ്ഡലേ ഇനി ഉണ്ടാവുള്ളൂ. ഇനി എല്ലാ കാലങ്ങളിലും മുസ്ലിം ലീഗ് ആയിരിക്കും ഇവിടെ വിജയിക്കുക, UDF ആയിരിക്കും ഇവിടെ വിജയിക്കുക. നേമത്തെ SDPIയുടെ പിന്തുണ പരസ്യമായിട്ട് LDFന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് തിരിച്ചടിയാവുന്നുള്ള ഒരു ആശങ്ക അങ്ങേക്ക് ഉണ്ടാവും? ഇടതുപക്ഷത്തിനല്ലേ? ഇടതുപക്ഷത്തിന് അതെ, അത് പലയിടത്തും വേങ്ങര അവരുടെ സ്ഥാനാർത്ഥിയാണല്ലോ മത്സരിക്കുന്നത്. SDPIയുടെ മങ്കട ഉണ്ട്. അത് നമുക്ക് എവിടെയെങ്കിലും ഒരു തിരിച്ചടിയാവുന്ന അങ്ങ് കരുതുന്നുണ്ടോ? ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് വോട്ടുകളുണ്ട്. മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അതിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളാരും അഭ്യർത്ഥിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ ആദർശം ഉണ്ടല്ലോ, അതനുസരിച്ചുള്ള വോട്ടുകളായിരുന്നു. അതാണ്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.